ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നേരമായി വീഡിയോ എടുക്കാൻ നോക്കുന്നു. ഫാനിൻ്റെ കാരണം കറക്റ്റായിട്ട് ഒച്ച വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫാൻ ഓഫാക്കിയിരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ വീഡിയോ ആണ്. എൻ്റെ ബർത്ത്ഡേ അല്ല കേട്ടോ, നൗഫലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 12 കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അധികം വൈകാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. കേട്ടോ. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അധികം വലിയ പരിപാടികളൊന്നുമില്ല. ഞാൻ രാത്രിത്തേക്കൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യണം. നൗഫലിന് അറിഞ്ഞൂടാ. അപ്പോൾ അത് വൈകിട്ടാകുമ്പോഴത്തേക്കും കട്ട് ചെയ്യണം. നൗഫൽ വൈകിട്ടാകുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത് തന്നെ. അതുമാത്രമല്ല, ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ കുറച്ച് സ്പെഷ്യലല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോഴായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഇപ്പം വന്നിട്ട് എൻ്റെ ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല. നൗഫലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നപ്പോൾ കുറച്ച് സ്പെഷ്യലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു സാധാരണ ഒരു ദിവസം, ബർത്ത്ഡേ ദിവസം. അപ്പോൾ ഇനി നൗഫൽ വന്നിട്ട് ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നൗഫൽ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിടുക. പിന്നെ എൻ്റെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉറങ്ങിയൊന്ന് എണീറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഒന്ന് മുഖം കഴുകിയിട്ട് വന്നിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റമാണ് കേട്ടോ. മോനെന്തിനിപ്പം ഇങ്ങോട്ട് വന്നേ? ഞാൻ അറിഞ്ഞില്ലല്ലോ അത് വന്നത്. ഞാൻ കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് നൗഫലിനെ വിളിക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും നൗഫൽ പെട്ടെന്നായിട്ട് കയറി വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നൗഫൽ പെട്ടെന്ന് അന്തം വിട്ടു ഇതെന്താന്ന് ഓർത്ത്. അങ്ങനെയൊക്കെ കേക്കൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടോ. കേക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ബർത്ത്ഡേ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും ഒക്കെ വീട്ടിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു കിട്ടും. പിന്നെ കേക്ക് പറയാതിരിക്കാൻ വയ്യായിരുന്നു. അടിപൊളി കേക്കായിരുന്നു. ടെൻഡറിൻ്റെ കേക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ട്, കോക്കനട്ടിൻ്റെ. ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്യുന്ന കേക്കാണ്. സീ ബേക്സ് എന്നാണ് നെയിം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.